ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണോസ്. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി, വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എന്ത് ഫീലിങ്സ് ആണുള്ളത്, എൻ്റെ വ്യൂസിനോട് റിലേഷൻഷിപ്പിനോടും എന്ത് ഫീലിങ്സ് ആണ് ഇപ്പോഴുള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണോസ്. എന്ത് ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉള്ളത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണോസ്. എൻ്റെ വ്യൂസിനോട്, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനോടും വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് ഫീലിങ്സ് ആണുള്ളത്? ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഗ്രോത്താണ്. ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് അവർക്കൊരു ഗ്രോത്ത് വേണമെന്നും നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെന്നും അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള എനർജി എന്താണ്? നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. കയ്യും കെട്ടി കാലും തൂക്കിയിട്ടുകൊണ്ട് ഇരിക്കുകയാണ് അവിടെ. അവരിതുവരെയും അയച്ചാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത മാത്രമാണുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്താണോ എൻ്റെ ഭാഗത്താണോ തെറ്റെന്ന് സ്വയം ചിന്തിച്ചു കൊണ്ടുള്ള ഒരു കിടപ്പാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഒരുപാട് ബേർഡൻ അവരനുഭവിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഗ്രോത്ത് കാണുമെന്ന് വിചാരിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ ഒരുപക്ഷെ പോയ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. അവർ പറയുന്നതാണ് ഏറ്റവും നല്ലത്, നിങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞ് തേർഡ് പാർട്ടിയുടെ ഗ്രോത്ത് കണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഇപ്പോൾ ആ ഗ്രോത്ത് എല്ലാം കൂടെ വലിയ ഭാരമായി മാറിയിരിക്കുന്നു. ആ ഭാരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇക്കരെ പച്ചയായിരുന്നു നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം നിങ്ങളോടൊപ്പം അവർക്ക് നല്ല രീതിയിൽ സന്തോഷവും സൗഭാഗ്യവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അക്കരെ പച്ച കണ്ട് അങ്ങോട്ട് പോയത്. ഇപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കൊടുങ്കാറ്റും ബഹളവും ആയതുകൊണ്ട് തിരിച്ച് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഡബിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം റിലേറ്റീവ് ആയിട്ടുള്ള ചില ബന്ധങ്ങളുള്ള വ്യക്തിയായിരിക്കും. ഡബിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ചില ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം സെക്ഷലി അവർ ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ നൈറ്റ് തോട്ടിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സെക്ഷലി ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അത് അവരുടെ സമയത്തിൻ്റെ ഒരു നെഗറ്റീവ് സമയമായിരുന്നു. ഒരുപാട് ഓഫറിൻ്റെ പിറകെ കടന്നുപോയത്. പൈസയുടെ ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും ചില പൈസ, സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾ, സൗഹൃദങ്ങൾ, അതിൻ്റെയൊക്കെ പിറക്കെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ കടന്നു പോയത് അവരുടെ സമയദോഷമായിരുന്നു. ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയതെന്ന് ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കൂടുതലും മണി ഓറിയൻറ്റഡ് ആയിരുന്നു. ഓക്കെ, പൈസയ്ക്കായിരുന്നു, സാമ്പത്തിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി അവർ കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലിക്കായിരുന്നു അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. എപ്പോഴും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർ തിരക്കാണെന്ന് പറയുന്നത് അവരൊരുപാട് വർക്കിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, വർക്ക് കഴിഞ്ഞിട്ടായിരുന്നു അവർക്ക് റിലേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും അവർ ചിന്തിച്ചു. ഇത്രയും നാൾ അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അത് ആരുമാകാം. ഇവിടെ ഒരു മാതാവിനെയാണ് കാണിക്കുന്നത്, അമ്മയാണ് കാണിക്കുന്നത്. ഒന്നുകിൽ അവരുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഫ്രണ്ട്. ഓക്കെ, ഒരു സിംഗിൾ മദർ ആയിരിക്കാം. ഓക്കെ,
സ്ത്രീയാണുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ സ്ത്രീ ആയാലും പുരുഷനായാലും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ഓക്കെ, കുഞ്ഞെന്ന് പറയുമ്പോൾ വലിയ കുഞ്ഞും ആകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു, ചില തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, നിങ്ങൾക്ക് സ്ഥാനങ്ങൾ തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഉയർത്തിയെടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ചില തേർഡ് പാർട്ടീസ്, ഇവിടെ അടുത്ത കാർഡും തേർഡ് പാർട്ടി കാർഡാണ് വന്നിരിക്കുന്നത്. ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ സിറ്റുവേഷനെ ഖരാബ് ചെയ്തു. ഓക്കെ, പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചു, നിങ്ങളെ മാനസികമായും തകർത്തിരിക്കുന്നത് മറ്റൊരു തേർഡ് പാർട്ടിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമാണ്. ഈ ആള് മാനസികമായിട്ടുള്ള അടുപ്പത്തെയാണ്, ആ അടുപ്പത്തെ തകർത്തുകൊണ്ട് ഇതെല്ലാം കൂടി വാരിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് തേർഡ് പാർട്ടി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ തേർഡ് പാർട്ടി സ്റ്റെമ്മിനെ ഇവിടെ നോക്കിയാൽ, ഈ വാണ്ടിനെ നോക്കിയാൽ മനസ്സിലാകാം 3 തളിരുകളാണ്. ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്, മനസ്സിലാക്കിയിരിക്കുന്നു. തേർഡ് പാർട്ടി എന്താണ് എന്നും എന്തുകൊണ്ടാണ് ലൈഫിൽ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഗ്രോത്ത് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഒരു ഹാപ്പി ഫാമിലി നിങ്ങളിലേക്ക് കടന്നു വരാനും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് നോക്കാം. സെലക്റ്റീവ് കാർഡാണ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ ഉണ്ടാകുമോ? ഓക്കെ, തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ടാകും. ഇപ്പോൾ സ്റ്റക്കാണെങ്കിലും അവർക്ക് ബോധോദയം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ റീയൂണിയന് ശ്രമിക്കും എന്നുള്ളൊരു എനർജിയാണ്. 4 നമ്പർ രാഹുവിൻ്റെ റെമഡി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, സമയം അനുകൂലമാകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ട്. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സാമ്പത്തിക അനുഗ്രഹങ്ങൾ വരുമെന്നും ഗ്രോത്ത് വരുമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അവർക്കൊരു ലക്കാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വീണ്ടും സാമ്പത്തികമാണ്. നിങ്ങൾ ഒരുപാട് പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളെ അവരൊരു വേൾഡ് ബാങ്കായിട്ട് തന്നെയാണ് കാണുന്നത് പോലും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഭാഗ്യലക്ഷ്മിയാണ് എന്നവർ വിശ്വസിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരിലേക്ക് സാമ്പത്തികം വന്നു ചേരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഓക്കെ, വീണ്ടും ഇവിടെ സാമ്പത്തികത്തിൻ്റെ കാര്യമാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ ഈ രണ്ടാമത്തെ കാർഡുകാർ സാമ്പത്തിക ഇടപാടുകൾ കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾക്കെങ്കിലും റെസനേറ്റ് ആകും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. ഗോഡ് ബ്ലെസ് യു.